പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നത്തെ ഈ സംഭവ വികാസങ്ങളെ കൃത്യമായി ഒന്ന് ക്രോഡീകരിച്ച് പറയുകയുണ്ടായി. നയപ്രഖ്യാപന പ്രസംഗം നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനം എന്ന വിമർശനമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മൗനം പാലിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇറങ്ങിയതെന്നും അക്കാര്യം മറച്ചുവെച്ചുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം യഥാർത്ഥത്തിൽ ഒരു നയരാഹിത്യത്തിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് മാറിയത്. റിസർവ് ബാങ്ക് തന്നെ അംഗീകരിച്ച കണക്കനുസരിച്ച് 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇറങ്ങിയത്. ആ ഭാഗം മറച്ചുവെച്ച് ഒരു ശരിയല്ലാത്ത നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഈ നയപ്രഖ്യാപനത്തിൽ കാണാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ വികസനത്തെ ഇത് പുറകോട്ടടിപ്പിക്കുമോ എന്ന ആശങ്കയാണ് ഉയർത്തുന്നത്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങളുമായി. അലക്സ്, ഇന്ന് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞിരുന്നു നമ്മൾ സാമ്പത്തികമായി നമുക്ക് പിരിമുറുക്കമുണ്ട്, അത് മറികടക്കണം എന്നുള്ള രീതിയിൽ ഗവർണർ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് 5429 കോടി രൂപ ഖജനാവിലുണ്ട്, ഖജനാവ് കാലിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നയരാഹിത്യം എന്നുള്ള വാക്കുകൂടി അദ്ദേഹം അവിടെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവതരിപ്പിച്ച നയപ്രഖ്യാപനം അത് നയപ്രഖ്യാപനമല്ല, നയരാഹിത്യം എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്ന് വിമർശിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ നയപ്രഖ്യാപനത്തിന്റെ കാതൽ അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങളൊന്നുമില്ല എന്നുള്ളതായിരുന്നു. അത് പിണറായി വിജയനും അത് ആവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഇത്ര കണ്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ ഞെരുക്കുന്ന സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുപോലും ഈ നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പറയേണ്ടത് പറയാതെ ഇരുന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതിലെല്ലാം മൗനം പാലിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇറങ്ങിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷെ ആ ഭാഗം നയപ്രഖ്യാപനത്തിൽ നിന്ന് മറച്ചുവെച്ചു. ധവളപത്രം ഇറക്കും എന്ന് പറയുന്ന സർക്കാർ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതിനെ പറ്റി ഒരു വാക്കുപോലും മിണ്ടാതെ ശരിയല്ലാത്ത നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നയപ്രഖ്യാപനത്തിലൂടെ നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത നയപ്രഖ്യാപനമാണെന്ന് വിമർശിക്കുന്നുണ്ട്. പുതുയുഗത്തിലേക്ക് നയിക്കും എന്നാണ് UDF അവകാശപ്പെടുന്നത്. പക്ഷെ അതിനുള്ള റൂട്ട് മാപ്പ് നയപ്രഖ്യാപനത്തിൽ കാണാനില്ല എന്ന് പിണറായി വിജയൻ വിമർശിക്കുന്നുണ്ട്. ഈ ലക്ഷ്യം എങ്ങനെ സാധ്യമാകുമെന്നുള്ള കാര്യം അവ്യക്തമാണ്. നാടിന്റെ മുഖഛായ മാറ്റുന്നതിനിടയാക്കിയ കുടുംബശ്രീ അതുപോലെ കിഫ്ബി പോലുള്ള മിഷനുകൾക്കെതിരെ മൗനം പാലിച്ചു എന്ന വിമർശനം ഉന്നയിക്കുന്നു. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ളത് നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള യുദ്ധം അത് സംസ്ഥാനത്തുണ്ടാക്കിയ പ്രതിസന്ധികളെ ഏതു വിധത്തിൽ മറികടക്കും എന്നത് സംബന്ധിച്ച പരാമർശനങ്ങളില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: ഏത് സാമ്പത്തിക വെല്ലുവിളികളും ഏറ്റെടുക്കാൻ പര്യാപ്തമായ ഒരു ഖജനാവ് എന്ന നിലയിൽ കേരളത്തിന്റെ ഖജനാവിനെ LDF സർക്കാർ മാറ്റി. അങ്ങനെ ഒരു ഖജനാവാണ് UDFന് LDF സർക്കാർ കൈമാറിയത്. പക്ഷേ അക്കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ തുടക്കമാണ്, ഈ സർക്കാരിന്റെ തുടക്കമാണ്. കഠിനമായ എതിർപ്പ് ഏർപ്പെടുത്തി തുടങ്ങുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിനായി സ്വീകരിക്കുന്ന നിലപാടുകൾക്കൊപ്പം പ്രതിപക്ഷം നിൽക്കും, പക്ഷേ ജനങ്ങൾക്കായി നിലകൊണ്ടില്ല എങ്കിൽ എതിർക്കുമെന്നാണ് ഇന്ന് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അനൂപ്. യെസ്, അത് തന്നെയാണ്. എന്തായാലും വിമർശന ശരങ്ങൾ ഉണ്ടായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗമല്ല, നയരാഹിത്യം എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഖജനാവിൽ പണമുണ്ട് എന്ന് പിണറായി തറപ്പിച്ചു പറയുന്നു. അത് കൃത്യമായ കണക്ക് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.